പുതുതലമുറയുള്ളവർ കൃഷി ചെയ്യണമെന്ന് ആരാടാ പറഞ്ഞത്? കണ്ടോ കൃഷിക്കാരനായ ചേട്ടായിക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടും നോക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഫുൾ കണ്ടോ. രാവിലെ 4:30 തന്നെ ചേട്ടന്റെ കൂടെ ഞാൻ എണീറ്റു. ചേട്ടനും ഞങ്ങളും കൂടെ രാവിലെ തന്നെ പശുവിനെ കറക്കാൻ വേണ്ടി പശുക്കൾക്ക് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം പശുക്കളെ കുളിപ്പിച്ച് കറന്നെടുത്ത് പാൽ കൊണ്ടുവരുമ്പോൾ ഞാനും ആന്റിയും കൂടെ പാൽ കുപ്പികളെല്ലാം നിറച്ച് ലേബലെല്ലാം മുട്ടിച്ച് രാവിലത്തെ പണി അങ്ങോട്ട് തീർത്തു. 77 കുപ്പി പാലാണ് രാവിലെ നമുക്ക് വിൽക്കാനായിട്ടുണ്ടായത്. ഒരു കുപ്പിക്ക് 32 രൂപ വെച്ച് 2500 രൂപയുടെ പാൽ. 6:15 റെഡി ആയിട്ട് പള്ളിയിൽ കുർബാനയ്ക്ക് പോവാണ്. അവിടെ നമുക്ക് 132 രൂപയുടെ പാല് പള്ളിയിലേക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വികാരിയച്ഛന് നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ നീമോൻ ചേട്ടൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ചേട്ടായുടെ ചേനത്തോട്ടത്തിലേക്കാണ്. കാട്ടുപന്നികൾ കയറി ചേനകൾ നശിപ്പിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും വർഷത്തിൽ ഒരു 3-4 ലക്ഷം രൂപയുടെ ചേന ചേട്ടായി വിൽക്കാറുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ പുല്ലും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം വാഴത്തോട്ടത്തിലേക്ക് ഇടാനുള്ള വളവും വാങ്ങി ചേട്ടായും മംഗളും കൂടെ പണി തുടങ്ങി. 500ഓളം വാഴകളാണ് ഇവിടെ ഉള്ളത്. ചേനകൃഷി പോലെ ഇതും ഡെയിലി കിട്ടുന്ന വരുമാനം അല്ലെങ്കിലും വർഷത്തിൽ വലിയൊരു വിളവെടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ പുഴുവും കീടങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കണം. പൊരിഞ്ഞ മഴ പെയ്തപ്പോൾ ഞാൻ വാഴക്കടിയിൽ നനയാതിരിക്കാൻ നോക്കി, എന്നാലും നടന്നില്ല. എന്നാലും അവരാ മഴയത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മാത്രമല്ല ചേട്ടനൊരു 14,000 കോഴി വളർത്താനുള്ള ഫാം കൂടി ഉണ്ട്. അതും നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു മാർഗം തന്നെയാണ്. അവിടുത്തെ പണി കഴിഞ്ഞ് നേരെ ഉച്ചയ്ക്ക് പിന്നെയും പശുവിനെ കറന്നു. ഉച്ചയ്ക്ക് ശേഷം വീടുകളിലും സൊസൈറ്റിയിലുമാണ് പാല് കൊടുക്കുന്നത്. സൊസൈറ്റിയിൽ 13 ലിറ്റർ പാലായിരുന്നു. അവിടുന്ന് 660 രൂപയുടെ ബില്ല് കിട്ടി. വീടുകളിൽ ലിറ്റർ പാലിന് 1220 രൂപ കിട്ടുന്നുണ്ട്. അവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരെയും കണ്ടു. എന്താണ് എവിടെ ചെന്നാലും നമ്മുടെ വീഡിയോ കാണുന്ന പിള്ളേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ വീട്ടിലേക്ക് നേരെ പോയത് പാവൽത്തോട്ടത്തിലേക്കാണ്. അവിടുന്ന് ഏകദേശം 10-15 കിലോയോളം പാവയ്ക്ക പറിച്ചു. അവിടുന്ന് അടുത്തതായി പോയത് നേരെ പടവലങ്ങ തോട്ടത്തിലേക്കാണ്. ഓർഡർ അനുസരിച്ച് ഒരു 5-6 കിലോ പടവലങ്ങയും പറിച്ചു. അങ്ങനെ വൈകുന്നേരം ഫാമിലിയും പണിയും തീർത്ത് 2 കടകളിലായി പാവയ്ക്കയും പടവലങ്ങയും കൊടുത്തു. 730 രൂപയുടെ പച്ചക്കറിയാണ് നമ്മൾ വിറ്റത്. അങ്ങനെ മൊത്തം ഇന്നത്തെ ചേട്ടായുടെ വരുമാനം എന്ന് പറയുന്നത് 5250 രൂപ. ഇതിനകത്ത് ചെലവുണ്ട് കേട്ടാ. എങ്കിൽ പോലും സർക്കാർ ജോലിയോ ഡോക്ടറോ എഞ്ചിനീയറോ ആയ മാത്രമല്ല നല്ല കർഷകനായാലും പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കല്യാണ മാർക്കറ്റിൽ കർഷകൻ എന്ന് പറയുമ്പോൾ നെറ്റ് ചുളുക്കുന്ന ആൾക്കാരാണ് ഇന്നും നമ്മുടെ കേരളത്തിൽ അധികവും ഉള്ളത്. കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചേച്ചിനെ ഞാൻ ചേട്ടൻ എന്തായാലും സെറ്റ് ആക്കി കൊടുക്കും. ഇനിയിപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ലിമിറ്റഡ് ഓഫറാണ്. എന്തായാലും ഗ്യാപ്പിൽ അതുകൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഈ വീഡിയോ കാണുമ്പോൾ ചേട്ടായി എന്നെ ഓടിക്കുമെങ്കിലും എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് കൊടുക്കുന്നതാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. യുവതലമുറയുള്ള ഓരോ ചെറുപ്പക്കാർക്കും നീ ഒരു മോട്ടിവേഷൻ തന്നെയാണ് മുത്തേ. അടിപൊളി കേട്ടാ.